പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 23:4 നമുക്കൊന്ന് വായിക്കാം. കൂരിൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദാവീദ്, അത് ഇംഗ്ലീഷിൽ ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴലിന്റെ താഴ്വര എന്നാണ് പറയുന്നത്. ഈ പ്രശ്നത്തിന്റെ നടുവിലൂടെയും ഒരു മരണനിഴലിന്റെ താഴ്വര കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് പ്രശ്നത്തിന്റെ നടുവിലേക്ക് നമ്മൾ തന്നാലും അവൻ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, അവനിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇത് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2019 നവംബർ മാസം 17 ഞായറാഴ്ച രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് ആ സ്വപ്നം വളരെ ഭയാനകരമായിരുന്ന സ്വപ്നമായിരുന്നു. ഞാൻ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കിടക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാനും മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. ആ ഒരു ഫീല്, അത് ഭയങ്കര ഒരു ഭീതി പുലർത്തി. പെട്ടെന്ന് തന്നെ ഞാൻ ആ സ്വപ്നത്തിൽ എൻ്റെ സഹോദരി അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഞാൻ അവളുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണമെന്ന് പറയാം. അപ്പോൾ അവള് ഞങ്ങൾ കരയുകയാണ്, ഞാൻ കരഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാനൊരു വലിയ കൊഫിൻ പോലുള്ള സാധനം കാണുന്നു, ഞാൻ അതിലേക്ക് കിടക്കുന്നു, ഞാൻ ഇല്ലാതെയായി പോകുന്നു. അതായിരുന്നു സ്വപ്നം. പെട്ടെന്നൊരു ഭയങ്കര പേടി എന്നിൽ വന്നു. അതായത് ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റു, എനിക്ക് തോന്നി എന്തോ സംതിങ് ഗോയിങ് ടു ഹാപ്പൻ മൈ ലൈഫ്. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ദർശനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് മരിക്കണ്ടായപ്പോൾ എനിക്ക് മരിക്കണ്ട എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറയുകയാണ്. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയുകയാണ്, ഞാനൊരു തീരുമാനം എടുത്തു അന്ന് പിറ്റേ ദിവസം. അതായത് ഞാൻ 2020 ജനുവരി മാസം 1 തീയതി മുതൽ ഉച്ചവരെ ഫാസ്റ്റിങ്, ഉപവാസവും അതുപോലെ ഉപവാസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അത് എന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2020 ജനുവരി മാസം തൊട്ട് ഞാൻ ഉച്ച ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ സഹോദരിയെ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അത് കാരണം കൊണ്ട് നിന്നോട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പച്ചനെയും വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് 2020 മാർച്ച് മാസത്തിൽ കോവിഡ് പിടിപെടുന്നത്. ഞാൻ ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത്, ഞാനൊരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ എനിക്ക് ആ കോവിഡ് സമയത്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അനേക രോഗികളുടെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് ഒരവസ്ഥയിൽ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി, അവൾ ബാങ്കായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ആ സമയത്ത് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വാർഡുകളിലും അപ്പോൾ ഞാനിങ്ങനെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ നീ എൻ്റെ രക്തത്താൽ ഞാൻ മുദ്രയിടുന്നു, എന്നെ ഈ വൈറസ് എൻ്റെ മേൽ തുടരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും, പല ED പല ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ താഴ്ന്ന ഗ്രേഡിലാണ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അനേക രോഗികൾ എന്നോട് ചോദിച്ചു, നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പേടിയില്ലേ? എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഭയാനകരമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി ആളുകൾ മരിച്ചു പോകുന്നു, അതുപോലെ ഭയങ്കര കോർണർ ചെയ്ത് ഭയങ്കര അവസ്ഥയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ എല്ലായിടത്തും ചെന്ന് അവരോട് വളരെ സന്തോഷത്തോടെ, അവരുടെ സ്നേഹത്തോടൊക്കെ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് സഹായിച്ചു. അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അങ്ങനെ കോവിഡിൻ്റെ കാലം കഴിഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ആ കോവിഡ് വൈറസ് എനിക്ക് പിടിപെട്ടില്ല, എനിക്ക് ഇതുവരെയായിട്ട് കോവിഡ് വന്നില്ല. ഇപ്പോൾ വാക്സിനൊക്കെ എടുത്തു, പക്ഷേ അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ദൈവം എനിക്ക് വരുവാൻ ഒരു നേരത്തെ തന്നെ എനിക്ക് കാണിച്ചു തന്നതാണ്. അത് കാരണം കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ ദൈവം ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ആ ദൈവത്തിൻ്റെ ആ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാനായിട്ട് സാധിച്ചു. അപ്പോൾ വേദവസ്തു എങ്ങനെയാണ് പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ വിടിയിക്കും. അതുപോലെ ഇവിടെ പറയുന്നത്, കൂരിൽ താഴെ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീനും. അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ പരമാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രശ്നത്തിന് നടുവിലും
ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം അതാണ് വേദപുസ്തകം ദാവീദ് പറയുന്നത്, ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും മുടങ്ങിയില്ല. ആ കോവിഡിൻ്റെതായ സമയത്ത് എനിക്ക് രോഗം വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഭവനത്തിലും സാമ്പത്തികമായിരിക്കുന്ന ഒരു പ്രശ്നവും വന്നില്ല. ദൈവം ഞങ്ങളെ പരിപാലിച്ചു. അപ്പോൾ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. തന്നെ ആശ്രയിക്കുന്നവനെ ഞാൻ അറിയുന്നു. പല ആളുകളും ചോദിച്ചു കോവിഡ് വന്നു അല്ലെങ്കിൽ ദൈവം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ, മഴ വരുമ്പോൾ ഒരു കുടയുണ്ടെങ്കിൽ ആ കുട നിവർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട പിടിക്കുന്ന വ്യക്തി മാത്രമേ നനയാതിരിക്കത്തുള്ളൂ. അടുത്തുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കുടയുണ്ട്, ആ കട ചുരുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നനയും. അതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം സംരക്ഷിക്കും. അത് മരണം മാത്രമല്ല, മരണം ഏത് സമയത്തും വരാം. വിശ്വാസിക്ക് മരണം എന്ന് പറഞ്ഞാൽ ഉറക്കമാകുന്നു. എന്നാൽ അവന്റെ ഭക്തന്മാരെ അവൻ വിടുവിക്കും സകല കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ഈ ദൈവദാസന്മാരെല്ലാം അവരെ രുചിച്ചറിഞ്ഞൊരു ദൈവത്തെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽക്കാലവും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ കേട്ടറിഞ്ഞൊരു ദൈവത്തെയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ധന്യപ്പെടുത്തുവാൻ, ആ ദൈവത്തിന് നിങ്ങളിൽ സകലതയിൽ നിന്ന് നിങ്ങൾ വിടുവിക്കുവാനായിട്ട് സാധിക്കും. ഒരു രോഗത്തിന്, ഈ ലോകത്തിന്റെ മെഡിക്കൽ സയൻസ് ഒരുപക്ഷെ അസാധ്യമെന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് രോഗത്തെയും നിന്നും ഹല്ലേലൂയ അവൻ തന്റെ വചനം അയച്ചവനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ആ ദൈവത്തെ ചുരിച്ചറിയാൻ തക്കോണം, ആ ദൈവത്തോട് കൂടെ നടക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തുമാറാകട്ടെ. ആമേൻ.